ഇങ്ങനെ ഒരു വയറുവേദന വരരുതേ മാതാവേ എന്ന് പ്രാർത്ഥിച്ച് തൈലം വയറിലും നെറ്റിയിലും ഒക്കെ പുരട്ടി കിടന്നുറങ്ങി. രാത്രിയിൽ ഉറങ്ങിയപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. അതിൽ സ്വപ്നത്തിൽ കൃപാസനത്തിലെ ജോസഫ് അച്ഛനെയാണ് കണ്ടത്. അപ്പോൾ ജോസഫ് അച്ഛൻ ഇങ്ങനെ എന്നോട് പറയുകയാണ്, ലൂക്ക 1:12. ഇപ്പം ഹിന്ദുവായ എനിക്ക് ലൂക്ക 1:12 എന്ന് എന്താണെന്ന് അറിയത്തില്ല. അപ്പം എന്തോ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു വചനം ഒന്നും സ്വപ്നത്തിൽ കണ്ടിട്ടില്ല. കോട്ടയത്തു നിന്ന് വരുന്നു. ആദ്യമേ തന്നെ ദൈവമാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. എനിക്ക് പറയാനുള്ളത് ഒരുപാട് സങ്കടങ്ങളിൽ തുടങ്ങുന്ന കഥ തന്നെയാണ്. വിവാഹം കഴിഞ്ഞ് 5 വർഷമായിട്ടും ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. ഹസ്ബൻഡ് എബ്രോഡിലായിരുന്നു. ഞാൻ അവിടെ പോവുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന ശേഷവും ഹസ്ബൻഡ് നാട്ടിൽ വന്നു, ലീവിന് വന്നു. അന്നേരം ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. ഡോക്ടർമാരെയൊക്കെ കണ്ടു. അവർക്കും ഒന്നും പോസിറ്റീവായിട്ടൊന്നും പറയാനുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് ഒരുപാട് തടസ്സങ്ങളായിരുന്നു. പിന്നീട് ലീവിൽ വരുന്ന സമയത്തും 3 തവണ അത് ശരിയാകാതെ പോയി. അന്നേരം വളരെ ദുഃഖിതയായിരുന്നു. ഒരുപാട് നിരാശയോടെ ഒരുപാട് ഡോക്ടർമാരുടെ അടുത്തൊക്കെ പോയി, ഒന്നും ശരിയാകുന്നില്ല. അപ്പോൾ ഒരിക്കൽ ഒരു ഹോസ്പിറ്റലിൽ ഇരുന്നപ്പോഴാണ് എൻ്റെ മുഖം കണ്ട് തന്നെ എൻ്റെ അടുത്തിരുന്ന ഒരു കുട്ടി ചോദിച്ചു, എന്താ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞു. അന്നേരം പറഞ്ഞു, കൃപാസനത്തിൽ ഒന്ന് പോയി പ്രാർത്ഥിച്ചുകൂടെ, ഒരുപാട് അനുഗ്രഹം കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ കൃപാസനത്തിനെക്കുറിച്ച് ഞാൻ നേരത്തെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഇങ്ങനെ എനിക്ക് പത്രം എന്നെ കാണിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, മോളെ ഇത് കൃപാസനത്തിലെ പത്രമാണ്, നീ വായിക്കണം, അവിടെ പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നു. എങ്കിലും എനിക്ക് പോകാൻ സാധിച്ചിരുന്നില്ല. ഒരുപാട് പേരെന്നോട് ഇടയ്ക്ക് പറയുന്നുണ്ട് കൃപാസനത്തിൽ പോകണം എന്നൊക്കെ പറയുന്നുണ്ട്, സാധിച്ചില്ല. അപ്പം ഇത്രയും സങ്കടത്തിലിരുന്ന് എന്നോട് ആ കുട്ടി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ കൃപാസനത്തിൽ വരണം എന്ന് തന്നെ ആഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ഞാനും എൻ്റെ അമ്മയും കൂടെ കൃപാസനത്തിൽ വന്നു. ഹസ്ബൻഡിന് വരാൻ സാധിച്ചില്ല. അന്നേരം ഞങ്ങൾ വന്ന് ഉടമ്പടി എടുത്തു. 2022 ഒക്ടോബർ 13 കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. അതിനുശേഷം ജോസഫ് അച്ഛൻ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം, ഉടമ്പടിയിൽ പാലിക്കേണ്ട നിയമങ്ങളെല്ലാം എന്നെ കഴിയുന്ന വിധം ഞാൻ ചെയ്യാൻ ശ്രമിച്ചു. രാവിലെയും വൈകുന്നേരവും തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, തൈലം തേക്കുമായിരുന്നു, അങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നെ പത്രം വിതരണം ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. നവംബർ ആയപ്പോൾ ഞാൻ പ്രഗ്നൻ്റായി എന്നാണ് അറിയുന്നത്, അടുത്ത മാസം തന്നെ. അപ്പം മാതാവ് അത്രയും അനുഗ്രഹം തന്നു. അതുപോലെ തന്നെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഒക്ടോബർ ഒക്കെ പകുതിയോടെയാണ് ഉടമ്പടി എടുക്കുന്നത്. നവംബർ 1 രാത്രിയിൽ എനിക്കൊരു വയറുവേദന വന്നു. വയറുവേദന എന്ന് പറഞ്ഞാൽ നല്ല ശക്തമായ വയറുവേദന. അങ്ങനെ ഒരു വയറുവേദന എനിക്ക് വന്നിട്ടില്ല. അപ്പം ഒരുപാട് എന്തോ പതിവില്ലാത്ത വിധം എനിക്ക് ഒരുപാട് സങ്കടം വന്നു. അപ്പം ഞാൻ എനിക്കിങ്ങനെ ഒരു വയറുവേദന വരരുതേ മാതാവേ എന്ന് പ്രാർത്ഥിച്ച് തൈലം വയറിലും നെറ്റിയിലും ഒക്കെ പുരട്ടി കിടന്നുറങ്ങി. രാത്രിയിൽ ഉറങ്ങിയപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. അതിൽ സ്വപ്നത്തിൽ കൃപാസനത്തിലെ ജോസഫ് അച്ഛനെയാണ് കണ്ടത്. അപ്പോൾ ജോസഫ് അച്ഛൻ ഇങ്ങനെ എന്നോട് പറയുകയാണ്, ലൂക്ക 1:12. ഇപ്പം ഹിന്ദുവായ എനിക്ക് ലൂക്ക 1:12 എന്ന് എന്താണെന്ന് അറിയത്തില്ല. അപ്പം എന്തോ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു വചനം ഒന്നും സ്വപ്നത്തിൽ കണ്ടിട്ടില്ല. പക്ഷേ കൃപാസനത്തിലെ ധ്യാനം എന്നും അച്ഛൻ്റെ ധ്യാനം കേൾക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ഇന്ന വചനമാണ് ഒന്നും കേട്ടിട്ടേ ഇല്ല. അന്നേരം ഞാൻ എൻ്റെ കോളേജിലെ സിസ്റ്ററിനോട് ചോദിച്ചു. അപ്പം തന്നെ എനിക്ക് വെളുപ്പിനെ തന്നെ ഞാൻ മെസ്സേജ് ഇട്ട് ചോദിച്ചു, സിസ്റ്ററെ ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു, ലൂക്ക 1:12 എന്നാണ് കണ്ടത്, എന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ തിരിച്ചെനിക്കൊരു മെസ്സേജ് അയച്ച്, ഗോഡ് ബ്ലെസ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ് എന്നിട്ട് പറഞ്ഞു, മിസ്സിൻ്റെ ജീവിതവുമായി ഒരുപാട് ബന്ധമുള്ള ഒരു മെസ്സേജാണ്, വാചനമാണത്. സക്കറിയായിക്കും എലിസബത്തിനും ഒരുപാട് താമസിച്ച് ഒരു പുത്രനെ കൊടുക്കുന്ന കാര്യമാണ് അതിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ അതെനിക്ക് ഒരുപാട് മാതാവിൻ്റെ അത്ഭുതമാണെന്ന് തന്നെ കാരണം എനിക്ക് ലൂക്ക 1:12 എന്ന് ഞാൻ ഇതുവരെ എനിക്കറിയില്ല, അത് എന്താണെന്ന് അറിയില്ല. പക്ഷേ എനിക്ക് വേണ്ടി തന്നെ അങ്ങനെ ഒരു സ്വപ്നം മാതാവ് എന്നെ കാണിച്ചു എന്ന് ഞാൻ കരുതുന്നു. അത് കഴിഞ്ഞാണ് നവംബർ മധ്യത്തോടെ ഞാൻ അറിയുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന്. അങ്ങനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തും ഒരുപാട് റിസ്കുകൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ സ്കാനിങ് കഴിഞ്ഞപ്പോൾ
ഡോക്ടർ പറഞ്ഞു 50-50 ചാൻസേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. 5 വർഷം കഴിഞ്ഞ് അത്രയും എത്തിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ അത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അന്നേരം ഒരുപാട് വീണ്ടും സങ്കടത്തിലേക്ക് പോയപ്പം ഞാൻ ഉടമ്പടി എടുത്തെന്ന് അറിയാവുന്നവരൊക്കെ എന്നോട് പറഞ്ഞു, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ആൾ ഇനി അങ്ങനെ സങ്കടപ്പെടരുത്. അപ്പോൾ അത് കേട്ടതോടുകൂടി ഞാൻ വീണ്ടും ധൈര്യത്തിലേക്ക് എത്തി. പിന്നെ ഞാൻ പേടിച്ചിട്ടേ ഇല്ല. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എല്ലാ ദിവസവും ഞാൻ വയറിൽ തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ അടുത്ത സ്കാനിങ് ആയപ്പോഴേക്കും എൻ്റെ ചേച്ചിക്കൊക്കെ നല്ല പേടിയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, ഒരു കുഴപ്പവും വരത്തില്ല. അടുത്ത സ്കാനിങ്ങിൽ ഡോക്ടർ പറഞ്ഞു റിപ്പോർട്ട് എല്ലാം നല്ല റിപ്പോർട്ടാണ്. അങ്ങനെ എല്ലാ ദിവസവും അനുഗ്രഹങ്ങളായിരുന്നു. എനിക്ക് ബെഡ് റെസ്റ്റ് ആയതുകൊണ്ട് പത്രമൊക്കെ വിതരണം പോകാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും ഞാൻ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് പോകും. പിന്നെ ബസ് സ്റ്റാൻഡുകളിലൊക്കെ ഇറങ്ങി നിന്ന് പത്രം കൊടുക്കുമായിരുന്നു. പിന്നെ എൻ്റെ ചേച്ചിയോട് പറഞ്ഞ് ഇവിടെ വന്ന് ചേച്ചി പത്രം വാങ്ങിച്ച് ചേച്ചിയെ കൊണ്ട് കൊടുപ്പിച്ചു. അന്നേരവും ഞാൻ മാതാവിനോട് പറയുമായിരുന്നു, എൻ്റെ വയ്യായികളെല്ലാം മാറിക്കഴിഞ്ഞ് ഞാൻ തന്നെ കൊടുത്തോളാം, അതുവരെ ഞാൻ ചേച്ചിയെ കൊണ്ട് കൊടുപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് അങ്ങനെ ഓരോ സ്റ്റേജിലും ഓരോ ഘട്ടങ്ങൾ ഞാൻ മാതാവിൻ്റെ അനുഗ്രഹത്താൽ താണ്ടി എല്ലാ ദിവസവും വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പുരട്ടുമായിരുന്നു. ഓരോ സ്കാനിങ്ങിന് പോകുമ്പോഴും എൻ്റെ കയ്യിൽ കാശ് രൂപമുണ്ട്. കാശ് രൂപം എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് എല്ലാ സ്കാനിങ്ങിലും ഞാൻ കയറുന്നത്. അങ്ങനെ സിസേറിയൻ്റെ സമയം വരെ എന്നെ കൊണ്ടുപോകുന്ന ആ സമയം വരെ കയ്യിൽ കാശ് രൂപം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടുകാരെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. കുഞ്ഞുവാവ ഉണ്ടായി കഴിയുമ്പം ആദ്യമേ തന്നെ തൈലം കുഞ്ഞുവാവയുടെ നെറ്റിയിൽ പുരട്ടണമെന്ന്. അതുപോലെ തന്നെ കുഞ്ഞുവാവ ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ ഒരു നണ്ണുണ്ടായിരുന്നു. ആ സിസ്റ്ററാണ് എൻ്റെ കുഞ്ഞുവാവയ്ക്ക് നെറ്റിയിൽ കുരിശ് വരച്ച് തൈലം പുരട്ടിയത്. അതൊക്കെ മാതാവിൻ്റെ അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. ഓരോരോ ഘട്ടത്തിലും എപ്പോഴും മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുഞ്ഞുവാവ ഉണ്ടായിക്കഴിഞ്ഞ് കുഞ്ഞുവാവയുമായി ഞാനും ഹസ്ബൻഡും കുഞ്ഞും കൂടെ ഇവിടെ വന്നിരുന്നു സാക്ഷ്യം പറയാൻ. അന്നേരം ഒരുപാട് ഇവിടെ തിരക്കായിരുന്നു, കുഞ്ഞു വല്ലാതെ കരച്ചിലായിരുന്നു. അതുകൊണ്ട് അന്ന് പറയാൻ പറ്റിയില്ല. അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു മാതാവിനോട്. ഇപ്പോൾ ഹസ്ബൻഡ് വിദേശത്താണ് വർക്ക് ചെയ്യുന്നത്, അദ്ദേഹത്തിന് പോകേണ്ടി വന്നു. എങ്കിലും ഞങ്ങൾ വീണ്ടും കുഞ്ഞുവാവയായിട്ട് ഇവിടെ വന്നു. ഇപ്പം മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും വീണ്ടും നന്ദി പറയുകയാണ്. ഇതല്ലാതെ ഒരുപാട് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ജീവിതത്തിലുണ്ടായി. തൈലം പുരട്ടുകയും എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു വയ്യായിക വന്നാൽ വിശ്വാസ പ്രമാണം ചൊല്ലി, എൻ്റെ അമ്മ വയ്യാത്തതാണ്, അമ്മയ്ക്ക് തൈലം പുരട്ടി കൊടുക്കും, അങ്ങനെ ആശ്വാസം കിട്ടാറുണ്ട്. പിന്നെ എൻ്റെ ഒരു ബന്ധു പറഞ്ഞു, ബന്ധുവിൻ്റെ നെയ്ബറിന് വിട്ടുമാറാത്ത ചുമയാണ്, അന്നേരം തേൻ കൊടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ തേൻ ഉണ്ടായിരുന്നു, ഞാൻ തേൻ കൊടുത്തു. അതിന് ശേഷം പിന്നീട് ആ ചുമ വന്നിട്ടേ ഇല്ല. വളരെയധികം കഷ്ടപ്പെടുന്ന ആളായിരുന്നു ചുമ കൊണ്ട്. പിന്നീട് ആ ചുമ വന്നിട്ടേ ഇല്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, അതും ഇവിടെ വന്ന് പറയണം, മാതാവിൽ നിന്ന് കിട്ടിയ അനുഗ്രഹം ഇവിടെ വന്ന് എല്ലാവരെയും അറിയിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടി ഇവിടെ പറയുകയാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവിൽ നിന്ന് കിട്ടി. ഉടമ്പടി പുതുക്കേണ്ട സമയമായിരുന്നു. അന്നേരം പ്രഗ്നൻസി പീരീഡ് ആയതുകൊണ്ട് റെസ്റ്റ് ആയതുകൊണ്ട് പുതുക്കാൻ വരാൻ സാധിച്ചില്ല. ഇപ്പം കഴിഞ്ഞ ആഴ്ച വന്ന് ഞാൻ ഉടമ്പടി വീണ്ടും പുതുക്കി അങ്ങനെ ഉടമ്പടിയിലായിരിക്കുവാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാത്തിനും ഒരിക്കൽ കൂടി മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു.